നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ രേഖാമൂലം വിശദീകരണം നൽകാൻ അധ്യാപകരോടും പ്രധാന അധ്യാപികയോടും ആവശ്യപ്പെട്ടെന്ന് ഇടുക്കി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നതിനെതിരെ പ്രവേശനോത്സവ ദിവസം ഉയർന്നത് വലിയ പ്രതിഷേധം. സ്കൂൾ തുറന്ന് 3 ദിവസം പിന്നിടുമ്പോഴും കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഫിറ്റ്നസ് ഇല്ല. ഫിറ്റ്നസ് ലഭിക്കാത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് വർഷങ്ങളായി തുടരുന്ന മണ്ണിടിച്ചിലും കഴിഞ്ഞ വർഷം ഭീമൻ കല്ലുൾപ്പെടെ ഇടിഞ്ഞു വീണിട്ടും അവ മാറ്റാത്തതും മൂലം. വിഷയത്തിൽ നഗരസഭ ഒളിച്ചു കളിക്കുന്നുവെന്ന ആരോപണം. ഉടുമ്പൻചോലയിൽ കുളത്തിൽ യുവതിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഉടുമ്പൻചോല പുതുകിൽ എസ്റ്റേറ്റിൽ താമസിക്കുന്ന ലാവണ്യ. മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെ മരത്തിൽ നിന്നും വീണ് കട്ടപ്പന പുളിയൻമല സ്വദേശി മരിച്ചു. കാണാതായ വയോധികനെ കല്ലാർകുട്ടി ടൗണിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാലവർഷത്തിന്റെ തുടക്കത്തിലെ കനത്ത മഴയിൽ ഒഴുകിപ്പോയത് ഇടുക്കിയിലെ ജാതി കർഷകരുടെ പ്രതീക്ഷകൾ. വിളവെടുക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ ജാതിക്കായ്കളും പൂവുകളും വീണ് നശിച്ചു. നിലവിലെ വിളവ് നശിച്ചതിനൊപ്പം അടുത്ത വിളവിനും കാറ്റ് സമ്മാനിച്ചിരിക്കുന്നത് കനത്ത തിരിച്ചടി. വിശദമായ വാർത്തകൾ. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ രേഖാമൂലം വിശദീകരണം നൽകാൻ അധ്യാപകരോടും പ്രധാന അധ്യാപികയോടും ആവശ്യപ്പെട്ടെന്ന് ഇടുക്കി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നതിനെതിരെ പ്രവേശനോത്സവ ദിവസത്തിൽ രക്ഷിതാക്കൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പുതിയ അധ്യയന വർഷത്തിന് 2 ദിവസം മാത്രം ശേഷിക്കുകയായിരുന്നു ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാൻ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ അധികൃതർ തീരുമാനിച്ചത്. സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുമ്പ് മാത്രമാണ് 7 പേർക്ക് ഡിവിഷൻ അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ അറിയിച്ചതെന്ന് രക്ഷിതാക്കളും വ്യക്തമാക്കിയിരുന്നു. അവസാന നിമിഷം മറ്റൊരു സ്കൂളിൽ എങ്ങനെ പ്രവേശിക്കുമെന്ന ആശങ്കയിലാണ് വലിയ പ്രതിഷേധമുയർന്നത്. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ തീരുമാനം പിൻവലിച്ചതായി പ്രധാന അധ്യാപിക അറിയിക്കുകയായിരുന്നു. സ്കൂൾ പ്രവേശന ദിവസം തന്നെ പ്രവേശനം വിവാദമായതിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. 6 കുട്ടികൾ മാത്രമേ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളൂ എന്ന കാരണത്താലാണ് ഡിവിഷൻ നിർത്തലാക്കാനുള്ള തീരുമാനം ഉണ്ടായത്. എന്നാൽ ഇക്കാര്യം രക്ഷിതാക്കളെയോ PTA കൃത്യമായി അറിയിച്ചില്ല. സംഭവത്തിൽ വിശദീകരണം ആരാഞ്ഞപ്പോൾ കൃത്യമായ മറുപടി ഉപഡയറക്ടർക്ക് ലഭിച്ചില്ല. ഇതോടെ രേഖാമൂലം വിശദീകരണം ആവശ്യപ്പെട്ടതായി DDE PC ഗീത പറഞ്ഞു. അതായത് GHS അടിമാലിയിൽ 8ാം ക്ലാസ്സിൽ 3 ഡിവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3ാമത്തെ ഡിവിഷൻ അവർ ഇംഗ്ലീഷ് മീഡിയമായിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ റേഷ്യോ പ്രകാരം 9ലേക്ക് കുട്ടികൾ ജയിച്ചു വന്നപ്പോൾ 2 ക്ലാസ്സുള്ള കുട്ടികളെ വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുമ്പ് ഇംഗ്ലീഷ് മീഡിയം ഇനിയിപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് രക്ഷിതാക്കളെ അറിയിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു കലുഷമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ കാരണം. അപ്പോൾ അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സ്കൂളിലേക്ക് എത്തി. അവിടെ എത്തി അധ്യാപകരെ കണ്ടു. പ്രധാന അധ്യാപികയും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരെയും കൂട്ടി നമ്മൾ സ്റ്റാഫ് മീറ്റിങ്ങൊക്കെ കൂടി. അപ്പോൾ അവരോട് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പോഴും കുട്ടികൾ 11 കുട്ടികളാണ് 9ാം ക്ലാസ്സിലേക്ക് പുതിയതായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 8ാം ക്ലാസ് വരെ അവിടെ സ്ഥിരമായി പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്നൊരു ദിവസം ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല എന്ന് അവരെങ്ങനെയെങ്കിലും ക്ലാസ്സുകൾ അവർക്ക് എടുത്തു കൊടുത്ത് അവരെ 9ലും 10ലും തുടർന്ന് വന്നപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ ചെയ്തോളാമെന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കലുഷമായ അന്തരീക്ഷം ഒരു നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാക്കിയതിനെതിരെ നമ്മൾ അധ്യാപകരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് പാടില്ലായിരുന്നു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളൊരു വിദ്യാലയമാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് നിലവാരമില്ലയെന്ന് ഒരു അധ്യാപകനും പറയാൻ പാടില്ല. കാരണം നമ്മളെ അധ്യാപകർ കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കി അവരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതിനും നമ്മൾ അവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു. പ്രധാന അധ്യാപിക സ്ഥലം മാറിപ്പോയെങ്കിലും ഇവർ തന്നെ മറുപടി നൽകണമെന്നും DDE പറഞ്ഞു. സാങ്കേതികത്വത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ലംഘിക്കില്ലെന്നും ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി.
സ്കൂൾ തുറന്ന് 3 ദിവസം പിന്നിടുമ്പോഴും കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഫിറ്റ്നസ് ഇല്ല. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് വർഷങ്ങളായി തുടരുന്ന മണ്ണിടിച്ചിലും കഴിഞ്ഞ വർഷം ഭീമൻ കല്ലുൾപ്പെടെ ഇടിഞ്ഞു വീണിട്ടും അവ മാറ്റാത്തതും മൂലമാണ് ഫിറ്റ്നസ് ലഭിക്കാത്തത്. വിഷയത്തിൽ നഗരസഭ ഒളിച്ചു കളിക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ്. ഇക്കൊല്ലം 97% നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയം. ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും മികച്ച നേട്ടം നേടിയ വിദ്യാലയം. എന്നാൽ നിലവിൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല. പുതിയ കെട്ടിടം നിർമ്മിച്ച് 2017 കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. എന്നാൽ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് 2018 മുതൽ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായി. തുടർന്ന് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഭീമൻ കല്ലും മണ്ണും കെട്ടിടത്തിലേക്ക് പതിച്ചു. ക്ലാസ് മുറികളുടെ ജനലുകൾ തകർത്ത ചെളിയും മണ്ണും മുറികൾക്കുള്ളിൽ നിറഞ്ഞു. അന്ന് ഇടിഞ്ഞു വീണ മണ്ണും കല്ലും ഇതുവരെയും മാറ്റാനും നടപടിയുണ്ടായില്ല. ഇതോടെ ഇക്കൊല്ലം സ്കൂളിന് ഫിറ്റ്നസ് ലഭിച്ചില്ല. സ്കൂൾ അധികൃതർ നിരവധി തവണ നഗരസഭയെ സമീപിച്ചിട്ടും നടപടിയുണ്ടായില്ല. പലപ്പോഴും ഫണ്ട് അനുവദിച്ചുവെന്ന വാഗ്ദാനം മാത്രമാണ് ലഭിക്കുന്നത്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പനയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കുന്നതിന് കട്ടപ്പന നഗരസഭ നടത്തുന്ന ഗൂഢനീക്കമാണ് മണ്ണുമാറ്റാൻ വൈകുന്നതിനുള്ള കാരണമെന്നാണ് ആരോപണം. മണ്ണുമാറ്റി ഇവിടെ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുമെന്ന തീരുമാനം കൗൺസിൽ യോഗത്തിൽ എടുത്ത് നാളുകൾ പിന്നിട്ടിട്ടും നടപടിയും ഉണ്ടായില്ല. വിഷയത്തിൽ പരാതിയുമായി നഗരസഭയെ സമീപിച്ച സ്കൂൾ അധികൃതരോട് ധിക്കാരപരമായ നിലപാടാണ് നഗരസഭ സ്വീകരിച്ചതെന്ന് കൗൺസിലർ ഷാജി കൂത്തോടി ആരോപിച്ചു. നാളെ വരെ ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടി കട്ടപ്പന നഗരസഭ നടത്തുന്ന ഗൂഢശ്രമമാണ് ഇതിന്റെ പിന്നിൽ. ഈ വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ തകർക്കണം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് കട്ടപ്പന നഗരസഭയിലുള്ളത്. അവര് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ശ്രമിക്കുന്നില്ല. അതോടൊപ്പം നിസ്സാരം 30 ലക്ഷം രൂപ കൊടുത്തതിന്റെ പുറകിലെ മണ്ണ് മാറ്റി കോൺക്രീറ്റ് ചെയ്യാമെന്ന് നഗരസഭാ കൗൺസിലിൽ ഭരണസമിതി സമ്മതിച്ചത്. മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ഭരണസമിതിയിലെ മുതിർന്ന നേതാക്കന്മാർ, ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ സമ്മതിച്ചാണ് 30 ലക്ഷം രൂപ മുടക്കി ഇതിന് പണി ചെയ്തു തരാമെന്ന്. പക്ഷേ നാളെ വരെ അതിന്റെ ഫണ്ട് ടെൻഡർ ചെയ്യുകയോ ഇതിന്റെ നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. 2018 തൊട്ട് ഇടിഞ്ഞു കിടന്ന മണ്ണ് മാറ്റേണ്ട ഉത്തരവാദിത്വം ഇപ്പം 7 വർഷത്തോളമായി ഈ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വീണ്ടും മണ്ണിടിഞ്ഞു കിടന്നപ്പോൾ ഇവിടുന്ന് ബന്ധപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളും കൗൺസിലറും ഈ സ്ഥാപനത്തിലെ അധ്യാപകരും PTI കമ്മിറ്റിയും എല്ലാം നഗരസഭയെ ചെന്ന് വിവരം അറിയിച്ചതാണ്. ഈ വർഷവും സ്കൂൾ തുറക്കുമെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷെ ഇന്ന് വരെ അതിനുവേണ്ട യാതൊരു ശ്രമവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചെന്ന അധ്യാപകരോടും PTA ഭാരവാഹികളോടും വളരെ ധിക്കാരപരമായ സംസാരമാണ് നഗരസഭ ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുള്ള പ്രതിഷേധം കൂടി ഈ സമയത്ത് അറിയിക്കുന്നു. 253 അടി നീളത്തിൽ 2 നിലകളിലായിട്ടാണ് സ്കൂളിലെ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. മണ്ണിടിഞ്ഞു വീണതോടെ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 25 അടി ഉയരത്തിലാണ് മൺതിട്ട നിലകൊള്ളുന്നതും. ഇവ ഏത് നിമിഷവും വീണ്ടും ഇടിഞ്ഞു വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുന്നതിനടക്കം നഗരസഭ തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവും സ്വകാര്യ സ്കൂളുകളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. ലാബ് അടക്കം 5ഓളം ക്ലാസ് മുറികളാണ് നിലവിൽ അടഞ്ഞുകിടക്കുന്നത്. 18-ാം തീയതി +1 വിദ്യാർത്ഥികൾ എത്തുന്നതോടെ ഇവർക്കിവിടെ ക്ലാസ് ഒരുക്കുമെന്ന ആവലാതിയിലാണ് അധ്യാപകർ. അതേസമയം മണ്ണുമാറ്റി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്നതിനടക്കമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു. നഗരസഭയിൽ ആ ഫണ്ടില്ല എന്ന കാരണം സർക്കാരിൽ അറിയിച്ചിരുന്നതുമാണ്. എന്നാൽ നടപടി വൈകിയതോടെ പൊതുഫണ്ടിൽ നിന്നും 28 ലക്ഷത്തിലധികം രൂപ അനുവദിച്ച് ക്രമീകരണങ്ങൾ ചെയ്തു. സംഭവം ദുരന്ത നിവാരണത്തിൽപ്പെടുത്തി വേഗത്തിൽ നടപടികൾ ഉണ്ടാകാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനൊപ്പം ആവശ്യമെങ്കിൽ ക്ലാസ് മുറികൾ വാടകയ്ക്കെടുത്ത് നൽകിയെങ്കിലും താൽക്കാലികമായി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും നഗരസഭ അധികൃതർ പറയുന്നു. എന്നാൽ വാടകയ്ക്ക് ക്ലാസ് മുറികൾ ലഭിച്ചു എങ്കിൽ തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ നിരവധിയുണ്ടാകും. അതിന് കാലതാമസവും നേരിടും. അതുവരെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്ന അവകാശം വരെ പ്രതിസന്ധിയിലായേക്കും. വിഷയത്തിൽ അടിയന്തര നടപടിയാണ് ഉണ്ടാകേണ്ടത്. ഉടുമ്പൻചോലയിൽ കുളത്തിൽ യുവതിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. ഉടുമ്പൻചോല പുതുകിൽ എസ്റ്റേറ്റിൽ താമസിക്കുന്ന ലാവണ്യയാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കുടുംബാംഗങ്ങളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. മെയ് 26-ന് ലാവണ്യയെ വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു. യുവതിക്ക് മാനസിക വൈകല്യം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ വ്യക്തമാക്കി. ഉടുമ്പൻചോല ആട്ടുപാറയിൽ സ്വകാര്യ എസ്റ്റേറ്റിലെ കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെ മരത്തിൽ നിന്നും വീണ് കട്ടപ്പന പുളിയന്മല സ്വദേശി മരിച്ചു. BTR നഗർ സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ മരം മുറിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കാണാതായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലാർകുട്ടി സ്വദേശി തുരത്തേൽ കുട്ടപ്പനാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. കല്ലാർകുട്ടി ടൗണിൽ ഇരുനില കെട്ടിടത്തിന്റെ താഴ്വശത്ത് ഭിത്തി ഇടിഞ്ഞു വീണാണ് മരണം സംഭവിച്ചത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുള്ള കുട്ടപ്പനെ 2-3 ദിവസമായി കാണാനില്ലായിരുന്നു. കല്ലാർകുട്ടിയിലെ കെട്ടിടത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അടിമാലി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന സ്പോർട്സ് സൈക്കിൾ കടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. കാളിയാർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ജയ്മോനെയാണ് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 10,000 വില വരുന്ന സ്പോർട്സ് സൈക്കിൾ കഴിഞ്ഞ മെയ് 18 രാത്രിയിലാണ് സ്റ്റേഷൻ വളപ്പിൽ നിന്നും കാണാതായത്. കുറച്ചുകാലമായി തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി ഇദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയായിരുന്നു. ഒരു കേസിൽപ്പെട്ട കോടതിയിൽ നിന്നും തൊടുപുഴ പോലീസിന് തൊണ്ടിയായി സൂക്ഷിക്കാൻ നൽകിയ 10,000 വില വരുന്ന സ്പോർട്സ് സൈക്കിൾ കഴിഞ്ഞ മെയ് 18 രാത്രിയിലാണ് സ്റ്റേഷൻ വളപ്പിൽ നിന്നും കാണാതായത്. സൈക്കിളിന്റെ യഥാർത്ഥ ഉടമ തിരക്കി വന്നതോടെയാണ് സൈക്കിൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വാഹനത്തിൽ സൈക്കിൾ കടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായാണ് വിവരം. ഇതോടെ ഒരാഴ്ചയ്ക്ക് ശേഷം സൈക്കിൾ സ്റ്റേഷൻ വളപ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മറ്റാരും അറിയാതെ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ മോഷണ വിവരം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് സംഭവം പുറത്തായത്. മോഷ്ടിച്ച സൈക്കിൾ ഉദ്യോഗസ്ഥൻ തിരികെ എത്തിച്ചതിനാൽ നടപടികളൊന്നും വേണ്ടെന്നായിരുന്നു തുടക്കത്തിൽ തൊടുപുഴയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട്. പോലീസുകാരൻ തൊണ്ടി മുതൽ മോഷ്ടിച്ച സംഭവം പോലീസ് ആദ്യം നിഷേധിക്കുകയും പിന്നീട് പരാതിയില്ലെന്ന പേരിൽ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു. ഇതോടെ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. സസ്പെൻഷനിലായ ജയ്മോനാണ് ഡിവൈഎസ്പി ഓഫീസിലെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. ദേവികുളം താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തി. മൂന്നാർ, മാങ്കുളം, ആനവിരട്ടി വില്ലേജുകളിലാണ് സംഘം എത്തിയത്. NDRF ഇൻസ്പെക്ടർ പ്രശാന്ത് ജി ചീനാത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘം വിവിധയിടങ്ങളിലെത്തി സ്ഥിതി വിലയിരുത്തിയത്. കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ദേവികുളം താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തിയത്. മൂന്നാർ, മാങ്കുളം, ആനവിരട്ടി വില്ലേജുകളിലാണ് സംഘം എത്തിയത്. NDRF ഇൻസ്പെക്ടർ പ്രശാന്ത് ജി ചീനാത്തിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം ദേവികുളം തഹസിൽദാറുമായി കൂടിക്കാഴ്ച നടത്തി. തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവരോടൊപ്പം വിവിധ മേഖലകൾ സേനാംഗങ്ങൾ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. മൂന്നാർ വില്ലേജിലെ അന്തോണിയാർ കോളനി, 26 മുറി, MG കോളനി, ലക്ഷം കോളനി, മൂന്നാർ ഗ്യാപ്പ് റോഡ്, മാങ്കുളം വില്ലേജിലെ ആനക്കുളം, പെരുമ്പൻകുത്ത്, 6 മൈൽ, താളുങ്കണ്ടം, മാങ്കുളം KECB വൈദ്യുത പദ്ധതി, ആനവിരട്ടിയിലെ ദേശീയപാത, കോട്ടപ്പാറ കോളനി എന്നീ പ്രദേശങ്ങളിൽ സംഘം പരിശോധന നടത്തി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടുന്നതിനായി 33 അംഗ ദേശീയ ദുരന്ത നിവാരണ സേന കഴിഞ്ഞ മാസം ഇടുക്കി ജില്ലയിലെത്തിയിരുന്നു. വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ ഡോർമെറ്ററിയാണ് NDRF ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. പ്രളയം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയ ഏത് പ്രതിസന്ധിയിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ. 4 ബോട്ടുകൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ഉപയോഗിക്കുന്ന കട്ടർ മെഷീനുകൾ, സ്കൂബ ഡൈവിംഗ് സെറ്റ്, മല കയറുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങി സർവ്വ സന്നാഹങ്ങളുമായിട്ടാണ് സംഘം സജ്ജമായിരിക്കുന്നത്. കട്ടപ്പന നഗരസഭ മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. നിലവിലുണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും പകരം ഡോക്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ പ്രധാന മൃഗാശുപത്രിയിൽ ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും പകരം ഡോക്ടറെ നിയമിക്കുവാൻ നടപടിയില്ല. ഇതോടെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷീരകർഷകർ, മറ്റു മൃഗങ്ങളെ പരിപാലിക്കുന്നവരടക്കം ഇവയുടെ ചികിത്സയ്ക്കും മറ്റുമായി നഗരസഭയ്ക്ക് പുറത്തുള്ള മൃഗാശുപത്രികളെ സമീപിക്കേണ്ട ഗതികേടിലാണ്. യാതൊരു നിവൃത്തിയുമില്ലാതെ വരുന്ന സാഹചര്യം സ്വകാര്യ ആശുപത്രികളെ സമീപിക്കും. നഗരസഭയ്ക്ക് കീഴിൽ മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അലംഭാവമാണ് ഇതിന് കാരണമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഇത് ടൗൺ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇത് സ്വകാര്യ ലോബിയുടെ ഇടപാട് ഇതിന് പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നതായിരിക്കുക. കാരണം 1 വർഷക്കാലമായി ഇവിടെ ഒരു ഡോക്ടറെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇത് നമ്മുടെ ഒരു മന്ത്രി തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന നമ്മുടെ ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും വളരെ അടിയന്തരമായി ഇവിടെ ഡോക്ടറെ നിയമിക്കണം. അതുപോലെ തന്നെ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 2 ആളുകൾ അവർ പ്രസവാവധിയിൽ പോയി. ഒരാൾ തിരിച്ച് കണ്ണൂരിൽ നിന്ന് വന്നയാൾ, അവർ തിരിച്ച് കണ്ണൂരിലേക്ക് പോയി. അപ്പോൾ നിലവിലിവിടെ ചാർജുകാരെ വെച്ച് ഓടിക്കാനുള്ള സിസ്റ്റമാണ്. പക്ഷേ ചാർജുകാർ ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഇവിടെ എത്തിയിട്ടില്ല, ആരും തന്നെ, ഡോക്ടേഴ്സില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് കാലവർഷം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിരൂക്ഷമായ മഴക്കാലം വരാൻ പോകുന്നു. ഏറ്റവും രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതും പരിപാലനം കിട്ടേണ്ടതും മിണ്ടാപ്രാണികളായിട്ടുള്ള മൃഗങ്ങൾക്കാണ്. അപ്പം സാധാരണ കർഷകർ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾക്കും പെറ്റുമൃഗങ്ങൾക്കും എല്ലാം അതിൻ്റെ ഗുണഫലം കിട്ടേണ്ടതാണ്.
ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി കർഷകരാണ് കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ളത്. കൂടാതെ വിവിധയിനം നായ്ക്കളെ അടക്കം പരിപാലിച്ചു പോരുന്നവരുമുണ്ട്. ഇവയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ അടക്കമുള്ളവ നൽകണമെങ്കിൽ നിലവിൽ വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത്. മറ്റ് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണോ ഇത്തരത്തിൽ ഡോക്ടറുടെ ഒഴിവ് ഇവിടെ നികത്താതെ കിടക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഹൈറേഞ്ചിലെ പ്രധാന നഗരസഭയായ കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ മൃഗാശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടറെ നിയമിച്ച് നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. നെടുങ്കണ്ടം തൂക്കുപാലത്ത് പൊതുരംഗത്ത് സജീവമായിരുന്ന മുഹമ്മദ് ഷാജി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. പൊതുരംഗത്ത് നിറസാന്നിധ്യമായിരുന്നു തൂക്കുപാലം നബീൽ മെഡിക്കൽസ് ഉടമ മുഹമ്മദ് ഷാജി. വ്യാപാര രംഗത്തും പൊതുരംഗത്തും വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതോടൊപ്പം ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഈ രംഗത്തും മികച്ച പ്രവർത്തനങ്ങളാണ് മുഹമ്മദ് ഷാജി നടത്തി വന്നിരുന്നത്. കൂടാതെ MES കോളേജ് മാനേജ്മെന്റിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു. 2016 മുതൽ 17 വരെ മാനേജ്മെന്റ് സെക്രട്ടറിയായി. അതോടൊപ്പം മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു. ഈ മേഖലകളിലെല്ലാം മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 1981 സ്കൂൾ പാർലമെന്റ് സ്പീക്കറായിട്ടാണ് രാഷ്ട്രീയ രംഗത്തെ തുടക്കം. 1989 മുതൽ 92 വരെ KSU ജില്ലാ വൈസ് പ്രസിഡന്റായി പ്രവർത്തനം നടത്തി. കലാലയ രാഷ്ട്രീയത്തിൽ സ്വന്തമായി മുഖമുദ്ര പതിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. നേതാജി ക്ലബിന്റെ സ്ഥാപക സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിലും വ്യാപാര രംഗത്തും ഉറച്ച നിലപാടെടുത്ത് പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് ഷാജിയുടെ നിര്യാണം തൂക്കുപാലത്തെ വ്യാപാര സമൂഹത്തിനും പൊതുപ്രവർത്തകർക്കും ജനങ്ങൾക്കും തീരാനഷ്ടമാണ് സമ്മാനിച്ചത്. മുണ്ടിയനുമ ജുമാ മസ്ജിദിൽ ഇന്ന് ഖബറടക്കം നടന്നു. അടിമാലി വാളറ കുളമാങ്കുഴിയിലെ കാട്ടാനശല്യം പ്രതിരോധിക്കാൻ വഴിയൊരുങ്ങുന്നു. അഡ്വക്കേറ്റ് A. രാജ MLA സാന്നിധ്യത്തിൽ മൂന്നാർ DFOയുമായി നടന്ന ചർച്ചയിലാണ് ഇക്കാര്യത്തിന് വേണ്ടുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. പ്രദേശത്ത് പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഫെൻസിംഗ് ഇല്ലാത്തയിടത്ത് ഫെൻസിംഗ് തീർക്കാനും യോഗം തീരുമാനം കൈക്കൊണ്ടു. പ്രദേശത്ത് ഭീതി പരത്തിയിരുന്ന കാട്ടാനയെ RRT സംഘം ഇവിടെ നിന്നും തുരത്തി. 3 കാട്ടാനകളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറ കുളമാംകുഴി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തിയിരുന്നത്. പ്രദേശത്തെ 50ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇതുവരെ നാശം വരുത്തി. കാട്ടാന ശല്യത്തിനെതിരെ ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധമുയരുകയും ഫോറസ്റ്റ് ഓഫീസിലേക്ക് ആളുകൾ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് A. രാജ MLA സാന്നിധ്യത്തിൽ മൂന്നാർ DFOയുമായി ചർച്ച നടന്നത്. പ്രദേശത്ത് പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഫെൻസിംഗ് ഇല്ലാത്തയിടത്ത് ഫെൻസിംഗ് തീർക്കാനും യോഗം തീരുമാനം കൈക്കൊണ്ടു. പ്രദേശത്ത് ഭീതി പരത്തിയിരുന്ന കാട്ടാനയെ RRT സംഘം ഇവിടെ നിന്നും തുരത്തി. തീരുമാനങ്ങൾ നടപ്പിലാകുന്നതോടെ കാട്ടാനശല്യം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നാട്ടുകാർ പറഞ്ഞു. DFO വാക്ക് പാലിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നിലവിൽ പോയി കിടന്ന ഏതാണ്ട് 1.5 കിലോമീറ്ററോളം നശിച്ചു കിടന്ന ഫെൻസിങ് അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഇന്നലെ തന്നെ അവിടെ ഇറക്കിയിട്ടുണ്ട്. ആനയെ ഓടിക്കുന്നതിൻ്റെ ഭാഗമായി RRT ടീമിനെ മിനിഞ്ഞാന്ന് തന്നെ അവിടെ നിയോഗിക്കുകയും RRT ടീം അതിശ്രമകരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏത് സമയത്ത് വിളിച്ചാലും വരാൻ സന്നദ്ധരായിട്ട് RRT ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. ബാക്കി വരുന്ന 3 കിലോമീറ്ററോളം പ്രദേശം ആന എപ്പോഴും കയറി വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഫോക്കസ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് ഇടുക്കി പാക്കേജിൻ്റെ ഭാഗമായി അനുവദിക്കപ്പെട്ട ഫണ്ടിൻ്റെ ഭാഗമായി ആ ഫെൻസിങ്ങിൻ്റെ നടപടി അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കും എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കാർഷിക വിളകൾ നശിച്ച മുഴുവൻ കർഷകർക്കും മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. പിടിയാനകളിൽ ആകൃഷ്ടരായി കാട്ടുകൊമ്പന്മാർ എത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആനസവാരി കേന്ദ്രങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. കാട്ടാനകളെ ഭയന്ന ആളുകൾക്ക് കൃഷിയിടങ്ങളിൽ പകൽ സമയത്ത് പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു വാളറ കുളമാംകുഴി മേഖലയിൽ ഉണ്ടായിരുന്നത്. 95 വയസ്സുള്ള സ്വന്തം മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ച ശേഷം സ്വർണ്ണമാല കവർന്ന കൊച്ചുമകൻ അറസ്റ്റിൽ. അടിമാലിക്ക് സമീപം മച്ചിപ്പിളാവ് പുളിക്കൽ മേരിയുടെ ആഭരണമാണ് കവർന്നത്. മേരിയുടെ മൂത്ത മകന്റെ മകനായ അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മച്ചിപ്പിളാവിലെ വീട്ടിൽ മേരി മകനും ഭാര്യയ്ക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇവർ പള്ളിയിൽ പോയ സമയത്താണ് മോഷണം നടന്നത്. കട്ടിലിൽ കിടക്കുകയായിരുന്ന മേരിയുടെ മുഖത്ത് തലയിണ അമർത്തിപ്പിടിച്ച ശേഷം കഴുത്തിൽ കിടന്ന 2.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല ബലമായി കവർന്നെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പള്ളിയിൽ നിന്നും മക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്.
ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല. പിന്നീട് ടൗണിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അഭിലാഷ് മുൻപും സമാന കേസുകളിൽ പ്രതിയായിരുന്നിട്ടുണ്ടെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പീരുമേട് ജയിലിൽ നിന്നും മോചിതനായതെന്നും പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച മാല നെടുങ്കണ്ടത്ത് വിറ്റതായി മൊഴി നൽകിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. മേരിക്ക് കഴുത്തിലും നെഞ്ചിലും നേരിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കാമാക്ഷി പഞ്ചായത്തിന്റെയും കരാറുകാരന്റെയും അനാസ്ഥയാൽ ഒരു നാടിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം അന്യമാകുന്നു. പഞ്ചായത്തിലെ 14-ാം വാർഡിൽ കൂടി കടന്നുപോകുന്ന പാണ്ടിപ്പാറ ഈട്ടിക്കവല റോഡാണ് അപകടകരമായ സാഹചര്യത്തിലുള്ളത്. MLA അനുവദിച്ച ഫണ്ട് പോലും അധികൃതരുടെ അനാസ്ഥയാൽ നഷ്ടമായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതപാതയിലൂടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. കാമാക്ഷി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ കൂടി കടന്നുപോകുന്ന പാണ്ടിപ്പാറ ഈട്ടിക്കവല റോഡാണ് കരാറുകാരന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും അനാസ്ഥയിൽ പൂർണ്ണമായും തകർന്നു കിടക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ നോബിൾ ജോസഫ് ഉദ്ഘാടനം ചെയ്ത റോഡാണ് ഇത്. പിന്നീട് ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2.5 കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ 1 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത്. ചെങ്കുത്തായ കയറ്റിറക്കങ്ങൾ ഉള്ള റോഡിൽ വർഷകാലത്തിൽ മലവെള്ളപ്പാച്ചിലും ശക്തമാണ്. ഇടുക്കിയിലേന്ന് ഈ കോളനി ഭാഗത്തേക്കുള്ള റോഡിൻ്റെ ഇവിടെ ഈ ഒരു 200 മീറ്റർ ഭാഗം ഇതുവരെ 10-12 വർഷമായിട്ട് ഒരു മെയിൻ്റനൻസ് കുറഞ്ഞിട്ട് 2 പാർട്ടികളും മാറി മാറി ഞങ്ങൾ ശരിയാക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മെമ്പറുണ്ടായിരുന്നു. മെമ്പറാണെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ശരിയാക്കാൻ ഇന്നല്ല ശരിയാക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ടും അതിനൊരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ ടെൻഡർ പിടിച്ചിട്ട് ആദ്യം ഇത് പെരുത്തുമുടി ദിവസം എന്ന് പറയുന്ന ഒരാളായിരുന്നു ടെൻഡർ പിടിച്ചത്. ബ്ലഡിൻ്റെ ഫണ്ടായിരുന്നു. ആ ഫണ്ട് ക്യാൻസൽ ആക്കി കഴിയുമ്പോൾ രണ്ടാമത് മന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡർ മേടിച്ചുകൊണ്ടെന്ന് കൊടുത്തത്. പൈസ പണിതാൻ പണിയാന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കുട്ടി വരുന്നുണ്ട്. കഴിഞ്ഞും പൈസ ബില്ലൊക്കെ പഞ്ചായത്തുകാർ വൈസ് പ്രസിഡൻ്റൊക്കെ കൂടി ബന്ധപ്പെട്ട് ബില്ല് മാറിക്കൊടുത്തായി. ഇതിപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞപ്പം ടാർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മഴ പോട്ടെ ഈ മഴ തുടങ്ങി കഴിഞ്ഞപ്പം പുള്ളിയുടെ ഇപ്പം തുകയും ക്യാൻസലായി. ഇനിയിപ്പം ഞങ്ങൾ ഉണ്ടാക്കിക്കേണ്ടതെന്നുള്ള അടുത്തില്ല. ഇതുപോലെ സ്കൂൾ ബസ്സുകളാണെങ്കിലും പാണ്ടിപ്പാറ സ്കൂളിൻ്റെ ഒരു ബസ്സുണ്ട്. പിന്നെ കാമാക്ഷി അമ്പലത്തിലെ ഒരു സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്. ഞങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാർ ഈ പള്ളിയിൽ രാവിലെ എല്ലാം പള്ളിയിൽ പോകുന്നതാണ്. അപ്പോൾ ഈ ആൾക്കാർ മിക്കവാറും വീഴാറുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം 2 സാറന്മാർ വന്നിട്ട് വീണിട്ട് അവരുടെ ഒരു പ്രദേശത്തൊലി മുഴുവൻ പോയി ഓരം കൂട്ടി. സ്കൂൾ ബസ്സുകളടക്കം ദിനംപ്രതി കടന്നുപോകുന്ന റോഡിന്റെ നവീകരണത്തിനായി MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് തങ്കമണി സ്വദേശിയായ കരാറുകാരൻ റോഡ് നിർമ്മാണം ഏറ്റെടുത്തു. എന്നാൽ കരാറുകാരൻ സമയബന്ധിതമായി പണി പൂർത്തിയാക്കാതെ വന്നതോടെ MLA അനുവദിച്ച തുകയും നഷ്ടമായി. കാമാക്ഷി പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കരാറുകാരന്റെ മെല്ലപ്പോക്കിന് കാരണമെന്നും ആരോപണമുണ്ട്. അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. സാമൂഹ്യ വനവൽക്കരണം, വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ വെള്ളവും ഭക്ഷണവും ഒരുക്കുക എന്നിവ ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഇടുക്കി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ B. പ്രസാദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷം പരമാവധി കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടാണ് വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒരുക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതി വനംവകുപ്പ് നടപ്പിലാക്കി വരുന്നത്. ഇക്കാര്യങ്ങളിൽ പുതുതലമുറയ്ക്ക് അവബോധം നൽകുന്നതിനായി സംഘടിപ്പിച്ചു വരുന്ന പരിപാടികളുടെ ഭാഗമായാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വിഭാഗം പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ B. പ്രസാദ് കുമാർ നിർവഹിച്ചു. വിത്തുണ്ട നിർമ്മാണമാണ് ഇത്. സീഡ് ബോളുകൾ നമ്മൾ മണ്ണും ചാണകവും ഉമിയൊക്കെ ചേർത്ത് കുഴച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾ നിശ്ചിത സ്ഥലങ്ങളിൽ വനമേഖലയിൽ ശോഷണം സംഭവിച്ച വനമേഖലകളിലും തീ കത്തിപ്പോയ വനവിഭാഗങ്ങളിലും അതുപോലെ വിദേശ സസ്യങ്ങളുടെ ആധിക്യം മൂലം മറ്റ് സസ്യങ്ങൾ വരാതെ വിദേശ സസ്യങ്ങൾ റിമൂവ് ചെയ്ത സ്ഥലങ്ങളിലും ഈ വിത്തുണ്ട പ്രയോഗം നടത്തി കൂടുതൽ ഹരിതാപമാക്കി മൃഗങ്ങൾക്ക് കാടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും നൽകുക. അതോടൊപ്പം തന്നെ വന്യമൃഗശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുക, വന്യമൃഗങ്ങൾ ഭക്ഷണത്തിന് വനത്തിന് പുറത്തോട്ട് വരുന്ന ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഫലമായി നടപ്പാക്കുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KC ആനന്ദൻ അധ്യക്ഷനായിരുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോസഫ് വർഗീസ് സെമിനാർ നയിച്ചു. വനത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എളുപ്പം നട്ടുപിടിപ്പിക്കുന്ന പുതിയ രീതിയായ വിത്തുണ്ട നിർമ്മാണവും വനപാലകർ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ഇൻഫാം കട്ടപ്പന കാർഷിക താലൂക്ക് മഹിളാ സമാജ് പരിസ്ഥിതി ദിനാഘോഷം കട്ടപ്പനയിൽ നടന്നു. താലൂക്ക് രക്ഷാധികാരി ഫാദർ ജോസ് മംഗലത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇൻഫാം കട്ടപ്പന കാർഷിക താലൂക്ക് മഹിളാ സമാജിന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനാഘോഷം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം ഇൻഫാം കാർഷിക താലൂക്ക് രക്ഷാധികാരി ഫാദർ ജോസ് മംഗലത്തിൽ ഉദ്ഘാടനം ചെയ്തു.
മനുഷ്യന്റെ സന്തോഷം എപ്പോഴും കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഒന്നാമതായി ചെയ്തത് അവൻ പ്രകൃതി മനുഷ്യനുമായി ബന്ധം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ്. പ്രകൃതി മനുഷ്യനുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇന്ന് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുക, കുടുംബത്തിൽ സൃഷ്ടിക്കപ്പെടുക, വ്യക്തി ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുക. അതുകൊണ്ട് നമ്മുടെ കാർഷിക ജില്ലാ നേതൃത്വം അതിനൊരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഈ പരിസ്ഥിതി ദിനാഘോഷത്തോടൊപ്പമായിരിക്കുകയാണ്. പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനുള്ള വളവും തയ്യുമായിട്ട് ഇരിക്കും. അത് ഏറെ ശ്ലാഘനീയമാണ്. അതിലെല്ലാം ഉപരി അതെല്ലാവർക്കും അനുഗ്രഹവുമായി തീരും. കാർഷിക താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തൻ മധു കെ ബി കൊല്ലക്കാട്ട് പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. താലൂക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് പുല്ലാന്തനാൽ, താലൂക്ക് മഹിളാ സമാജ് പ്രസിഡന്റ് ജയമ ജേക്കബ്, കാർഷിക താലൂക്ക് പ്രസിഡന്റ് ബേബി ജോസഫ്, സെക്രട്ടറി സാജൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത കർഷകർക്ക് 10 തൈകൾ വീതം വിതരണം ചെയ്തു. ഇൻഫാമിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ മുണ്ടിയരുമയിൽ നടന്നു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കർഷകർക്ക് വിവിധ ഇനം വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഇൻഫാമിന്റെ നേതൃത്വത്തിൽ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. കൃഷിയും പരിസ്ഥിതി സംരക്ഷണവും എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇൻഫാം മുണ്ടിയരുമ കാർഷിക താലൂക്കിന്റെ നേതൃത്വത്തിൽ സെമിനാറും ദിനാചരണവും സംഘടിപ്പിച്ചത്. പരിപാടി ഇൻഫാം താലൂക്ക് രക്ഷാധികാരി ഫാദർ ഫിലിപ്പ് വട്ടയത്തിൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ പൊതുഭവനത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് നമ്മുടെ വീടിനെ സംരക്ഷിക്കുന്നത് പോലെ ഈ ഭൂമിയാകുന്ന പ്രപഞ്ചമാകുന്ന പൊതുഭവനത്തെ നമ്മൾ എല്ലാവരും ചേർന്ന് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം ഈ ഭൂമിയുടെ പരിസ്ഥിതി സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ ലോക പരിസ്ഥിതി ദിനം നാളെ ആചരിക്കുമ്പോൾ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വിഷയം പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് പൊല്യൂഷനെ, മലിനീകരണത്തെ തോൽപ്പിക്കുക, അതാണ് ഈ വർഷത്തെ വിഷയം. പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാധനമാണെന്ന് നമുക്കറിയാം. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക്കാണ്, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ കുറേയേറെ ഭാഗങ്ങൾ പ്ലാസ്റ്റിക്കാണ്, നമ്മൾ ധരിച്ചിരിക്കുന്ന കമ്മലയുടെ പക്ഷേ ഫ്രെയിം പ്ലാസ്റ്റിക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അനേകം വസ്തുക്കൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു സാധനവും ഇല്ല നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. സാധാരണ അനുദിന ജീവിതത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതേ സാധനം വളരെ അപകടം പിടിച്ച സാധനമാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിലും ഇത് നമ്മളെ അപകടപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. കർഷകർക്കായി വിവിധ ഇനം വൃക്ഷത്തൈകളുടെ വിതരണോദ്ഘാടനം താലൂക്ക് ഡയറക്ടർ ഫാദർ ജെയിംസ് വെൺമാന്ത്ര നിർവഹിച്ചു. ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുധാകർ സെമിനാർ നയിച്ചു. താലൂക്ക് പ്രസിഡന്റ് സണ്ണി കൊച്ചുകാല അധ്യക്ഷനായിരുന്നു. ഫാദർ ജോബിൻ കുഴിപ്പിൽ, റോയി തുണ്ടിയിൽ, സെബാസ്റ്റ്യൻ മുക്കുങ്കൽ, ഷൈനി പുളിക്കൽ എന്നിവർ സംസാരിച്ചു. പഴയരിക്കണ്ടം സ്വാശ്രയ കർഷക സമിതിയുടെ 15ാമത് വാർഷിക പൊതുയോഗം നടന്നു. പഴയരിക്കണ്ടം VFPCK ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ മാനേജർ സുൽഫിക്കർ എ ഉദ്ഘാടനം ചെയ്തു. പഴയരിക്കണ്ടം സ്വാശ്രയ കർഷക സമിതിയുടെ 15ാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത്. പഴയരിക്കണ്ടം VFPCK ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് അജയൻ VA അധ്യക്ഷനായിരുന്നു. ജില്ലാ മാനേജർ സുൽഫിക്കർ എ ഉദ്ഘാടനം ചെയ്തു. അടിമാലി ഓഫീസിലേക്ക് കർഷകർ വന്ന് സമരം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ വർഷം. അത് 2023-24 വർഷത്തിൽ കൗൺസിൽ നടപ്പിലാക്കിയ 10 ദിനത്തിൽ കർഷകർക്ക് നൽകേണ്ട തുക സമയബന്ധിതമായി നൽകാൻ കഴിയാത്തതിൻ്റെ പേരിലുള്ള പ്രതിഷേധമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2 വർഷം നമുക്ക് അത്ര അഭിമാനിക്കാവുന്ന VFPCയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്നത് ചെയ്തു, അല്ലെങ്കിൽ ഇത്രത്തോളം ഞങ്ങൾ കാര്യങ്ങൾ നടത്തി എന്ന് അഭിമാനിക്കാവുന്ന ഒരു വർഷം എന്ന് പറയുന്നില്ല. എന്നാൽ തന്നെയും ചില നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും കർഷകരെ കൂടെ ചേർത്ത് നിർത്തുന്നതിനും VFPC കഴിഞ്ഞിട്ടുണ്ട്. VFPCK ഡെപ്യൂട്ടി മാനേജർ ജോമോൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. SKS സെക്രട്ടറി ജോസി സനോജ് വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. മികച്ച കർഷകരെയും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. സുരേഷ് പാറച്ചാലിൽ, വാവച്ചൻ പെരുവിലങ്ങാട്ട, സിബിച്ചൻ മനക്കൽ എന്നിവർ സംസാരിച്ചു.
ലോക സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് മൂന്നാർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു. നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സൈക്കിൾ വിതരണ ഉദ്ഘാടനം മൂന്നാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബേസിൽ വർഗീസ് നിർവഹിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ലയൺസ് ക്ലബ്ബ് വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു പഴയ മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിലും നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലും സൈക്കിൾ വിതരണം നടത്തിയത്. നല്ലതണ്ണി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മൂന്നാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബേസിൽ വർഗീസ് സൈക്കിൾ കൈമാറി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത കാലങ്ങളിൽ ഒരുപാട് പേർക്ക് കൊടുക്കണമെന്ന് ഇവിടെ തന്നെ ഒരുപാട് പേർക്ക് കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കിട്ടിയ അപേക്ഷകളിൽ നിന്ന് നറുക്കെടുത്ത് കുറച്ച് പേർക്ക് മാത്രം കൊടുക്കാനാണ്. ഇവിടെ മാത്രമല്ല മറ്റ് മൂന്നാറിലെ 1-2 സ്കൂളിൽ കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലയൺസ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ട്രഷറർ ജെ ജെയിൻ, സ്കൂൾ ചെയർമാൻ ലിജി ഐസക്, ക്യാബിനറ്റ് മെമ്പർ ബിജു മാത്യു, തൂക്കുപാറ ലയൺസ് ഭാരവാഹി സാജു ആലക്കാപ്പള്ളി, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സാൽവിൻ ഹേമ, അധ്യാപകരായ VA ഷീജ, കരോളിൻ സൈസ, ജയന്തി സി തുടങ്ങിയവർ സംസാരിച്ചു. BJP കട്ടപ്പന വള്ളക്കടവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വള്ളക്കടവ് അപ്സര പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ചാണ് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത്. BJP വള്ളക്കടവ് ഏരിയ പ്രസിഡന്റ് അനീഷ് MA അധ്യക്ഷനായിരുന്നു. കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പഠന നിലവാരത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ പഠന നിലവാരം ഒരിക്കലും വരും നാളുകളിൽ നമ്മുടെ മുന്നോട്ടുള്ള പഠനത്തിൻ്റെ യാത്രകളിൽ അതിനൊരു താളപ്പിഴ ഉണ്ടാവാതെ കൃത്യമായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പിൽ നമ്മൾ മുകളിലോട്ട് കയറുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അല്ലാതെ നമ്മൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി, +2 വന്നപ്പോൾ അത് 80% ആയി, ഡിഗ്രി വന്നപ്പോൾ ജസ്റ്റ് പാസ് എന്നുള്ള തലത്തിലേക്ക് പോകാതെ അത് 1ാം ക്ലാസ്സിലാണെങ്കിലും 2ാം ക്ലാസ്സിലാണെങ്കിലും 3ാം ക്ലാസ്സിലാണെങ്കിലും നമ്മൾ മുന്നോട്ടുള്ള പഠനത്തിൻ്റെ കാലയളവിൽ നമ്മൾ എപ്പോഴും ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. ആ പഠനത്തിൻ്റെ ഗ്രാഫ് നമ്മൾ ഉയർത്തുന്നത് പോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മൾ ആ ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഇരുപത്തിമൂന്നാം വാർഡ് കൗൺസിലർ തങ്കച്ചൻപുരിയുടെ മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന മണ്ഡലം സെക്രട്ടറി PS രതീഷ്, മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി സന്തോഷ് കിഴക്കേമുറിയിൽ, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി MN മോഹൻദാസ്, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് TC ദേവസ്യ, KM മഹേഷ് കുമാർ, റോബിൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണവാടി പ്രവേശനോത്സവത്തിൽ അക്ഷരങ്ങളുടെയും വർണ്ണങ്ങളുടെയും കൗതുക ലോകത്തേക്ക് നവാഗതരായി കടന്നുവന്നത് ഒരുമിച്ചുണ്ടായ 3 സഹോദരങ്ങൾ. കൊന്നത്തടി പഞ്ചായത്തിലെ ഇഞ്ചപ്പതാൽ 26ാം നമ്പർ അങ്കണവാടിയിലേക്കാണ് കമ്പിലൈൻ നിവാസികളായ കൊല്ലംപറമ്പിൽ അനൂപ് ആശാ ദമ്പതിമാരുടെ 3 കുരുന്നുകൾ അച്ഛനമ്മമാരുടെ കൈപിടിച്ച് കടന്നുവന്നത്. അവന്തികയും അനാമികയും ജഗൽനാഥും മാതാപിതാക്കളോടും മുത്തശ്ശന്മാരോടുമൊപ്പം ഒരുമയോടെ അങ്കണവാടിയുടെ പടി കടന്നുവന്നത് കൗതുക കാഴ്ചയായി. അച്ഛൻ അനൂപ് ദേവികുളം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ യൂണിറ്റ് ഇൻസ്പെക്ടറും മാതാവ് ആശ പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിലെ മുള്ളരിക്കുടി ശാഖാ മാനേജരുമാണ്. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായതാണ് ഈ ഓമനക്കുട്ടികൾ. അങ്കണവാടി വികസന സമിതി പ്രസിഡന്റ് KK വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ICDP സൂപ്പർവൈസർ ഹാജറ BV, പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് മുൻ മാനേജർ PII തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ അവരെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകി അവരെ നമ്മുടെ സമൂഹത്തിൽ ഉന്നതങ്ങളിൽ എത്തിക്കുവാനുള്ള എല്ലാ പരിശ്രമവും നമ്മൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അങ്കണവാടി ടീച്ചർ ലാലി, വികസന സമിതി അംഗങ്ങളായ ശുഭ സുരേന്ദ്രൻ, ആൻസി തങ്കച്ചൻ, അമ്പിളി തകടിയൽ എന്നിവർ നേതൃത്വം നൽകി. കാമാക്ഷി പാറക്കടവ് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. അരുണോദയം 2K25 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാമാക്ഷി പാറക്കടവ് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ 24ാമത് പ്രവേശനോത്സവമാണ് നടന്നത്. സ്കൂൾ രക്ഷാധികാരി ലക്ഷ്മിക്കുട്ടി കുമാരൻ തന്ത്രികൾ, പാറക്കടവ് അന്നപൂർണേശ്വരി ക്ഷേത്രം മേൽശാന്തി പ്രതീഷ് ശാന്തികൾ എന്നിവർ ദീപാർപ്പണം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരുണോദയം 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി SSLC, +2, B.Ed പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ച സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി അജിത് K മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സംസ്കാരത്തോടൊപ്പം തന്നെ നമ്മളെപ്പോഴും പറയാനുള്ളതാണ്, മത്സര പരീക്ഷകളോടൊപ്പം തന്നെ ജീവിത പരീക്ഷയിലും വിജയിക്കാനാണ് ഭാരതീയ വിദ്യാനികേതൻ ശ്രമിക്കുന്നത്. ആ മത്സര പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള
മോൻ്റെകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതും ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്നതാണ്. അങ്ങനെ ഭാരതീയ വിദ്യാഭ്യാസം എന്താണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ രണ്ട് വശങ്ങളും നമുക്ക് ഇന്നിവിടെ കാണാനായിട്ട് സാധിച്ചു. മറ്റൊന്ന്, എനിക്ക് ഇവിടുത്തെ ഏറ്റവും രാവിലെ വന്നപ്പോൾ ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു കാര്യം ഈ വിദ്യാലയത്തിൻ്റെ വികസനം എന്നതാണ്. നവാഗതരായ കുരുന്നുകളെ കിരീടമണിയിച്ചും സമ്മാനങ്ങൾ നൽകിയുമാണ് സ്വീകരിച്ചത്. സ്കൂൾ മാനേജർ VB സുജു ശാന്തികൾ അധ്യക്ഷനായിരുന്നു. സ്കൂൾ സെക്രട്ടറി KS പ്രസാദ്, അസിസ്റ്റന്റ് മാനേജർ സുരേഷ് K, PTA പ്രസിഡന്റ് ഗിരീഷ് തോക്കാട്ട്, സെക്രട്ടറി മനോജ് കീരിയാനിക്കൽ, വനിതാ സംഘം പ്രസിഡന്റ് അമ്പിളി സുരേഷ്, സെക്രട്ടറി മിനി സോമൻ, സ്കൂൾ പ്രിൻസിപ്പൽ KS മധു തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ ലബക്കട JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2025-26 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. ഹൈറേഞ്ചിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകുന്ന കോളേജ് ഇത്തവണയും നിരവധി യൂണിവേഴ്സിറ്റി റാങ്കുകൾ കരസ്ഥമാക്കി. വിദ്യാർത്ഥികൾക്ക് സ്വദേശത്തും വിദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ കോളേജ് പ്ലേസ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ഭാവി സുരക്ഷിതമാക്കുവാൻ CA, CMA, ACCA, CS തുടങ്ങിയ കോഴ്സുകളും തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ ആഡ് ഓൺ കോഴ്സുകളും കോളേജ് നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് BCom 3 ബാച്ചുകളുണ്ട്. അതോടൊപ്പം BSW, BCA, BBA, BTTM, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകളും, MCom, MSW, MSc കമ്പ്യൂട്ടർ, MA ഇംഗ്ലീഷ്, അതുപോലെ പുതുതായിട്ട് ആരംഭിക്കുന്ന MA HRM തുടങ്ങിയ PG കോഴ്സുകളും കുട്ടികൾക്ക് ഇവിടെ ലഭ്യമാണ്. ഇതിനോടകം നമ്മൾ പരസ്യപ്പെടുത്തിയിരുന്ന പോലെ ധാരാളം റാങ്കുകൾ വിവിധ കോഴ്സുകളിൽ കുട്ടികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ കോളേജിന്റെ ആ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്, വിദ്യാർത്ഥികളുടെ കോളേജിന്റെ കമ്മിറ്റ്മെന്റിന്റെ ഫലമാണ്. ആ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണിത്. ഈ വർഷവും കുട്ടികൾക്ക് വലിയ ഒരു സ്കില്ല് അല്ലെങ്കിൽ പ്രാവീണ്യം വ്യത്യസ്തമായ മേഖലകൾ കിട്ടി അവർക്ക് പുറത്തു പോകുമ്പോൾ ഒരു എംപ്ലോയബിലിറ്റി സ്കില്ല് കിട്ടത്തക്ക രീതിയിലേക്ക് ഈ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ വരുന്ന കരിയർ ട്രെയിനിങ് പ്രോഗ്രാമുകളും പിന്നെ വർഷാവസാനത്തിലും തുടക്കത്തിൽ നടത്തുന്ന ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവുകളിലും എല്ലാം കുട്ടികൾ സജീവമായിട്ട് പങ്കെടുക്കുകയും അങ്ങനെ സമഗ്രമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് JPM കോളേജ് വർഷങ്ങളായിട്ട് ഇവിടെ ആവിഷ്കരിക്കുന്നത്. ഉത്തമ പൗരബോധവും സേവന തൽപരതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും വളർത്തുന്നതിനായി കോളേജിൽ NCC, NSS യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. തോപ്രാംകുടി, നെടുങ്കണ്ടം, തൂക്കുപാലം, കുമളി, ഏലപ്പാറ, മുണ്ടക്കയം തുടങ്ങിയ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഹൈറേഞ്ചിൽ മറ്റൊരു സെൽഫ് ഫിനാൻസിംഗ് കോളേജിനും അവകാശപ്പെടാൻ സാധിക്കാത്ത NAC DW+ ഗ്രേഡോടെയും UGCയുടെ അംഗീകാരത്തോടും കൂടിയാണ് നമ്മുടെ കോഴ്സുകൾ ഇവിടെ നടത്തപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കലാലയ ജീവിതം ആസ്വാദ്യകരമാകുക എന്നുള്ള രീതിയിൽ അവർക്ക് ഒത്തിരിയേറെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുകയും അവരുടെ വ്യക്തിത്വ വികസനത്തെ സഹായിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുമായിട്ട് കോളേജ് മാനേജ്മെന്റ് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ജോലി മേഖലകളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്ന വിധത്തിലുള്ള പ്ലേസ്മെന്റ് ട്രെയിനിങ്ങും മറ്റും അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഈ ക്യാമ്പസിലായിരിക്കുമ്പോൾ അവരുടെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി 5 സ്ഥലങ്ങളിൽ നിന്ന് ഏലപ്പാറ, കുമളി, നെടുങ്കണ്ടം, തൂക്കുപാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കോളേജ് ബസ് സൗകര്യവും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്കായി ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഡില്ലിംഗൺ ഹോസ്റ്റലും കോളേജിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. വൈവിധ്യമാർന്ന ഭക്ഷണമൊരുക്കിക്കൊണ്ട് ക്യാമ്പസിൽ എല്ലാ ദിവസവും ക്യാന്റീനും പ്രവർത്തന സജ്ജമാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ജോബ് ഫെയറുകൾ, സ്കോളർഷിപ്പുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയും കോളേജിൽ നടത്തിവരുന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാലവർഷത്തിന്റെ തുടക്കത്തിലെ കനത്ത മഴയിൽ ഒഴുകിപ്പോയത് ഇടുക്കിയിലെ ജാതി കർഷകരുടെ പ്രതീക്ഷകൾ കൂടിയാണ്. വിളവെടുക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ ജാതിക്കായ്കളും പൂവുകളും വീണു നശിച്ചു. നിലവിലെ വിളവ് നശിച്ചതിനൊപ്പം അടുത്ത വിളവിനും കാറ്റ് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. വേനലിൽ നനച്ചും വലിയ മുതൽ മുടക്കിൽ പരിപാലിച്ചും നിലനിർത്തിയ ജാതികളിൽ ഇത്തവണ മികച്ച വിളവായിരുന്നു ഉണ്ടായത്. ഒപ്പം മോശമല്ലാത്ത വില ലഭിച്ചിരുന്നതും കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ കലിതുള്ളിയെത്തിയ കാലവർഷം ജാതി കർഷകരുടെ പ്രതീക്ഷയും കവർന്നെടുത്തു. ശക്തമായ കാറ്റിൽ മൂപ്പെത്താത്ത ജാതിക്കായകൾ പൂർണ്ണമായും നിലം പതിച്ചു. വിളവെടുപ്പിന് 2 മാസം മാത്രമാണ് അവശേഷിച്ചിരുന്നത്.
പതിനായിരങ്ങളുടെ നഷ്ടമാണ് ജാതി കർഷകർക്കുണ്ടായത്. പൂവിരിഞ്ഞുണ്ടായ പിഞ്ചുകായും പൂവുകളും കാറ്റെടുത്തു. ഇതോടെ അടുത്ത വിളവും ഇല്ലാതായതായി കർഷകർ പറയുന്നു. ജാതി കൃഷിക്കാരെ സംബന്ധിച്ച് സർക്കാർ യാതൊരു പരിഗണനയും തരുന്നില്ല. ജാതി കൃഷി ചെയ്യുന്ന പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള ജാതി പത്രി പൂവും കായും ഉൽപ്പാദിപ്പിക്കുന്ന ഹൈറേഞ്ചിലാണ്. ഇപ്പം കമ്പോളത്തിൽ തന്നെ നമ്മൾ കമ്പോളം നിലവാരം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളിലുണ്ട് ഹൈറേഞ്ച് കായ്ക്കും ഹൈറേഞ്ച് പൂവിനും കൂടിയ വിലയാണ് ലഭിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ പ്രകൃതി അതിരൂക്ഷമായ വെള്ളപ്പൊക്കത്തിലും കാറ്റിലും പെട്ട് എനിക്ക് 50,000 രൂപയുടെ ജാതിക്ക കൃഷി നഷ്ടം വന്നിട്ടുണ്ട്. 2 മാസം കഴിയുമ്പോൾ വിളവെടുക്കാവുന്ന ഈ പൂവും കായും ഒക്കെ 2 മാസം കഴിയുമ്പോൾ പൂവ് പൊട്ടി വീഴുകയും നമുക്കത് പൂവും കായും എടുത്ത് സ്പൈസസ് ബോർഡിൽ നിന്ന് എനിക്ക് ട്രയർ തന്നിട്ടുണ്ട് സബ്സിഡി റേറ്റിൽ. ആ ട്രയറിനകത്ത് മഴക്കാലമാണെങ്കിൽ ട്രയറിൽ കൊണ്ട് ഈ പൂവും കായും ഒക്കെ ഉണങ്ങി നന്നായിട്ട് വിപണി നല്ല പോലെ മാർക്കറ്റിൽ ലഭിക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരാഴ്ചക്കാലത്തെ കാറ്റും മഴയും കാരണം എനിക്ക് 50,000 രൂപയുടെ ജാതിക്കായും പൂവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു സഹായവും ജാതി കൃഷിക്കാരനെ സംബന്ധിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സ്ഥിതി. കാരണം നമുക്ക് ചെയ്യേണ്ട കൃഷി മേഖലയിൽ നമുക്ക് കാർഷിക മേഖലയിൽ കൃഷി ഓഫീസിൽ നിന്നും കർഷകന് സഹായമായ ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. ജാതി കൃഷിക്ക് സ്പൈസസ് ബോർഡിൽ നിന്നും ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. വിഷയത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് അടിയന്തരമായി ഇടപെട്ട ജാതി കൃഷി നിലനിർത്തുന്നതിന് ധനസഹായം വിതരണം നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 166, വിൽപ്പനയ്ക്ക് വന്നത് 41,632, വിൽപ്പന നടന്നത് 40,270, കൂടിയ വില 3,030, ശരാശരി വില 2,441. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 665 രൂപ, ഏലം കൂടിയ വില 2,400, ഏലം ശരാശരി വില 2,000, കാപ്പിപ്പരിപ്പ് 420, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,090 രൂപ, വെള്ളി 113. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ രേഖാമൂലം വിശദീകരണം നൽകാൻ അധ്യാപകരോടും പ്രധാന അധ്യാപികയോടും ആവശ്യപ്പെട്ടെന്ന് ഇടുക്കി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നതിനെതിരെ പ്രവേശനോത്സവ ദിവസം ഉയർന്നത് വലിയ പ്രതിഷേധം. സ്കൂൾ തുറന്ന് 3 ദിവസം പിന്നിടുമ്പോഴും കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഫിറ്റ്നസ് ഇല്ല. ഫിറ്റ്നസ് ലഭിക്കാത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് വർഷങ്ങളായി തുടരുന്ന മണ്ണിടിച്ചിലും കഴിഞ്ഞ വർഷം ഭീമൻ കല്ലുൾപ്പെടെ ഇടിഞ്ഞു വീണിട്ടും അവ മാറ്റാത്തതും മൂലം. വിഷയത്തിൽ നഗരസഭ ഒളിച്ചു കളിക്കുന്നുവെന്ന ആരോപണം. ഉടുമ്പൻചോലയിൽ കുളത്തിൽ യുവതിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഉടുമ്പൻചോല പുതുകിൽ എസ്റ്റേറ്റിൽ താമസിക്കുന്ന ലാവണ്യ. മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെ മരത്തിൽ നിന്നും വീണ് കട്ടപ്പന പുളിയൻമല സ്വദേശി മരിച്ചു. കാണാതായ വയോധികനെ കല്ലാർകുട്ടി ടൗണിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാലവർഷത്തിന്റെ തുടക്കത്തിലെ കനത്ത മഴയിൽ ഒഴുകിപ്പോയത് ഇടുക്കിയിലെ ജാതി കർഷകരുടെ പ്രതീക്ഷകൾ. വിളവെടുക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ ജാതിക്കായ്കളും പൂവുകളും വീണ് നശിച്ചു. നിലവിലെ വിളവ് നശിച്ചതിനൊപ്പം അടുത്ത വിളവിനും കാറ്റ് സമ്മാനിച്ചിരിക്കുന്നത് കനത്ത തിരിച്ചടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.